നമസ്കാരം. ഗ്ലോബൽ സമയത്തിലേക്ക് സ്വാഗതം. ഇന്ന് പലരുടെയും സ്വപ്ന രാജ്യമാണ് US. അവിടേക്ക് പോകാനുള്ള ഒരു വിസ നേടാനായി എത്ര വർഷം വേണമെങ്കിലും ആളുകൾ കാത്തിരിക്കാൻ തയ്യാറാണ്. വിദേശികളുടെ ഈ അതിയായ ആഗ്രഹത്തെ പലരും ചൂഷണം ചെയ്യുന്നുണ്ട്. ഇന്ന് USന്റെ പല ഭാഗങ്ങളിലും H1B വിസയുടെ പേരിൽ വലിയ ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. യുഎസിലെ ടെക്സസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വൻ വിസ തട്ടിപ്പ് ശൃംഖലയെക്കുറിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തയാണ് ഇപ്പോൾ വിദേശികൾക്കിടയിൽ ചർച്ചയായിരിക്കുന്നത്. എന്താണ് ഈ തട്ടിപ്പ്? ആരെല്ലാമാണ് ഇതിന്റെ പിന്നിൽ? ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. US ടെക്സസ് അറ്റോർണി ജനറൽ കെൻ പാസ്റ്റൺ ഈ തട്ടിപ്പിനെ കുറിച്ച് വളരെ വലിയൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു. ടെക്സസിലെ 30ഓളം കമ്പനികൾ H1B വിസ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്ന സംശയമാണ് സിവിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഡിമാൻഡ് അതായത് CIDSന് ഉള്ളത്. ഈ 30ഓളം കമ്പനികൾ USലെ വിസ നിയമങ്ങൾ പാലിക്കാതെയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശികളെ USലേക്ക് ജോലിക്കായി എത്തിച്ചിരിക്കുന്നത്. ഗോസ്റ്റ് ഓഫീസ് തട്ടിപ്പ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ടെക്പ്രോ IT LLC, ഫെയിം PBX LLC, ഫസ്റ്റ് റാങ്കിംഗ് ടെക്നോളജീസ് LLC, ക്യൂബിറ്റ്സ് ടെക് സിസ്റ്റം LLC, ബ്ലൂമിംഗ് ക്ലൗഡ്സ് LLC, വിരാട് സൊല്യൂഷൻ ഇൻകോർപ്പറേറ്റഡ്, ഓക് ടെക്നോളജീസ് ഇൻകോർപ്പറേറ്റഡ്, ടെക് പാത്ത് ഇൻകോർപ്പറേറ്റഡ്, ടെക്വൻസി LLC എന്നിവയുൾപ്പെടെ നിരവധി കമ്പനികൾ അന്വേഷണത്തിന്റെ പരിധിയിൽ ഉണ്ടെന്ന് അധികൃതർ അറിയിച്ചു. ഈ കമ്പനികൾക്ക് യഥാർത്ഥത്തിൽ ബിസിനസ് പ്രവർത്തനങ്ങളോ ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ ഇല്ല. പകരം പേപ്പറിൽ മാത്രം പ്രവർത്തിക്കുന്ന ഓഫീസ് രേഖ കാണിച്ച് സർക്കാരിനെ കബളിപ്പിക്കുകയായിരുന്നു. ഒരു ഒറ്റ വീടിന്റെയോ അല്ലെങ്കിൽ പണി തീരാത്ത കെട്ടിടത്തിന്റെയോ അഡ്രസ്സ് നൽകി കമ്പനി പ്രവർത്തിക്കുന്നു എന്ന രേഖയുണ്ടാക്കി വിസ സ്പോൺസർഷിപ്പ് നേടുകയാണ് ഇവർ ചെയ്യുന്നത് എന്നാണ് അധികൃതർ പറയുന്നത്. വിസ ലോട്ടറിയിൽ തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതിനായി ഒരു വ്യക്തിക്ക് വേണ്ടി ഒന്നിലധികം വ്യാജ അപേക്ഷകൾ നൽകുന്നതാണ് ഈ ശൃംഖലയുടെ രീതി. പ്രൊജക്ടുകൾ ഒന്നുമില്ലെങ്കിലും ഉദ്യോഗാർത്ഥികളെ അവർ USലേക്ക് എത്തിക്കും. തുടർന്ന് ജോലിയില്ലാത്ത സമയത്ത് അതായത് ബെഞ്ച് പീരീഡിൽ ഇവർക്ക് ശമ്പളം നൽകില്ലെന്ന് മാത്രമല്ല പലപ്പോഴും സ്വന്തം കയ്യിൽ നിന്ന് പണം നൽകി വിസ നിലനിർത്താൻ ഇവരെ നിർബന്ധിക്കുകയും ചെയ്യും. US പൗരന്മാരുടെ തൊഴിലവസരങ്ങൾ തട്ടിയെടുക്കാൻ ഇത്തരം കുറ്റവാളികളെ അനുവദിക്കില്ല എന്നാണ് കെൻ പാസ്റ്റൺ പ്രസ്താവനയിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. H1B പ്രോഗ്രാമിലെ പഴുതുകൾ ഉപയോഗിച്ച് വിദേശികൾ ടെക്സസിലേക്ക് അതിക്രമിച്ചു കയറുന്നത് തടയുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇതിന്റെ ഭാഗമായി കമ്പനികളുടെ സാമ്പത്തിക രേഖകൾ, ജീവനക്കാരുടെ പട്ടിക, ആഭ്യന്തര ആശയവിനിമയങ്ങൾ എന്നിവ ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. USലേക്ക് പോകാൻ കാത്തിരിക്കുന്ന ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് ഈ വാർത്ത ഒരു വലിയ പാഠമാണ്. പോകാൻ തയ്യാറെടുക്കുന്നവർ ഇത്തരം വ്യാജ കമ്പനികളുടെ ഓഫറുകളിൽ വീഴരുത്. വ്യാജ അപേക്ഷകൾ നൽകുന്ന ഏജൻസികളെ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് വിസ എന്നേക്കുമായി റദ്ദാക്കപ്പെടാനും നിങ്ങൾ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ഓഫർ ലെറ്റർ നിങ്ങൾക്ക് കിട്ടിയാൽ അത് രഹസ്യമായി വെക്കാതെ സുഹൃത്തുക്കളുമായി അതിനെക്കുറിച്ച് സംസാരിക്കുക. കമ്പനിയെക്കുറിച്ച് വിശദമായി അന്വേഷണം നടത്തുക. അതിനുശേഷം മാത്രം USലേക്ക് പോകുക.